നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളി ഷവർമ്മ റെഡിയാക്കി എടുത്താലോ. പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിലും ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു ഷവർമ്മ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഷവർമ്മക്ക് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ കുബൂസ് ഒന്ന് ആദ്യം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് വേറൊരു ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. 4 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി അല്ലെങ്കിൽ പാൽ ചേർത്താലും മതി, അപ്പോൾ നല്ലൊരു ഫ്ലേവർ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ഈസ്റ്റിൻ്റെ ഒരു മിക്സ് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പും കൂടി വെള്ളം ഞാൻ വീണ്ടും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഈസ്റ്റിൻ്റെ വെള്ളം കൂടാണ്ട് തന്നെ നമുക്ക് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഒരു ഡോ ആയിട്ട് കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഈ ഒരു ബൗളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡോ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടും ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ വരെ ഒന്ന് ഇത് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ തന്നെ ലെമൺ ജ്യൂസും 1/2 കപ്പ് കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഷവർമ്മക്ക് വേണ്ടിയിട്ടുള്ള ചില്ലി സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 6 വറ്റൽമുളക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഈ ഒരു മുളക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു വെള്ളം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു പകുതി സവാള കട്ട് ചെയ്തതും അതുപോലെ 4 അല്ലി വെളുത്തുള്ളി, 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചില്ലി സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷവർമ്മ സോസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമുക്ക് എള്ളാണ് വേണ്ടത്. 5 ടേബിൾ സ്പൂൺ എള്ള് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ 5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഒറിഗാനോ, അതുപോലെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മയോണൈസ് ഒഴിച്ചു കൊടുക്കുക. മയോണൈസ് ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ അതിലെടുത്തിട്ടുള്ളത്. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി വേറൊരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചിക്കൻ പീസുകളൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാനിൽ നിന്നിട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു പീസുകളൊക്കെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുബൂസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ മാവ് ഇവിടെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിവിടെ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറൊക്കെ വെച്ചാൽ കുറച്ചുകൂടി പൊങ്ങി വരും. അപ്പോൾ ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം.
എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് പരത്തിയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടി കട്ടിയിൽ വേണ്ട ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതുപോലെ പരത്തിയെടുത്തത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ ഇത് പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വരും. അപ്പോൾ ഇതാ ഈ ഒരു കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ കുബൂസ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പാൽപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ഈ ഒരു കുബൂസിന്. ഇനി നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ ലെറ്റ്യൂസ്, സവാള, ക്യാരറ്റ്, കിയാറ് പിന്നെ കുറച്ച് ക്യാബേജും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ ഒന്ന് സെറ്റാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഒരു ബട്ടർ പേപ്പറിൻ്റെ പീസ് ഒന്ന് വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുബൂസ് റെഡിയാക്കി എടുത്തത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഷവർമ സോസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ചില്ലി പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നേരത്തെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ച ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് കുറച്ചായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതെല്ലാം വെച്ച ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ചിക്കൻ നമുക്ക് കുറച്ച് അധികം തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ട് ഈ ഒരു ഷവർമ കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു വൈറ്റ് കളറിലുള്ള ഷവർമ സോസ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഷവർമയുടെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ഷവർമ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്